ഹൈമാവതി കൃഷി വ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇന്നെന്താ വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ ഒരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ അമ്മക്ക് ഒരു ചായയും കടിയും കൊടുക്കുന്നത് അമ്മേനെ കാണിക്കാൻ വേണ്ടി കുറേ ആയി പറയുന്നു. നമുക്ക് ഇന്നത്തെ ചായ ഉണ്ടാക്കിയത് കാണിച്ചു വരാമെന്ന് വിചാരിച്ച് അത് കൊടുക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. എന്നാന്ന് വെച്ചാൽ അമ്മ എല്ലാവരും ചോദിക്കുന്നു, ലൈവിൽ വന്നവരെല്ലാവരും അമ്മമ്മ ഇറങ്ങിയോ, അമ്മമ്മ എന്തുണ്ടെന്ന് കാണിക്കാൻ പറ്റുമോ എന്നെല്ലാം മറ്റു കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ശരിക്കും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കിടന്നിരുന്ന ഉറക്കത്തിലായതുകൊണ്ട് അങ്ങനെ കാണാൻ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും അമ്മേനെ കൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്നിപ്പോൾ രാവിലെ ചെറിയൊരു കടിയും ചായയും കൊടുക്കും. രാവിലെ എണീറ്റ് പാടെ ആ ചായ കൊടുക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു പൂരിയില്ല എന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ എടുത്ത് പൂരിയും ബാജിക്കറിയും ഉണ്ടാക്കി പിന്നെ അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അത് ഉണ്ടാക്കി വെച്ചു. ഇനി അമ്മക്കത് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ അമ്മേൻ്റെ അവസ്ഥയിലും പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കേട്ടാവാൻ വേണ്ട. എന്നതാണെന്നല്ല ഇന്നതാ പറയുന്നുള്ള സ്വഭാവത്തിൽ പറയുന്നതല്ല. അതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്കിപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ മെയ് 5-ന് ശേഷം പോകാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം അതും നടക്കും തോന്നുന്നില്ല. ഇപ്പം അമ്മേനെ നോക്കാൻ ആരുമില്ല, നോക്കണ്ടെങ്കിൽ ആരുമില്ല. അമ്മേനിപ്പം ഞാൻ നോക്കുമ്പോൾ 2-3 മാസം ഒരാൾ നോക്കാൻ വേണ്ടേ, അതില്ല. ഇനിയിപ്പം മെയ് ഇല്ല, ജൂൺ 17-നായിട്ട് എൻ്റെ മോക്കൊരു പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു. ആ പരീക്ഷയ്ക്കാകുമ്പോൾ അമ്മമ്മേനെ കൂട്ടിയിട്ട് പോയാൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല, വീട്ടിലെ പണിയെല്ലാം എടുക്കണ്ടേ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറയുന്നു. ഇപ്പോൾ അത്ര വരെ എനിക്ക് കിട്ടുമെന്ന് പറയുമെങ്കിൽ അത്രയും നടക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പം എന്താണെന്നറിയില്ല. വേറെ ആരും ആക്കിയാലൊന്നും അമ്മേനെ നോക്കാനാവില്ല. ആരും പറയുന്നില്ല, ആരും ആവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ആവില്ല എന്ന് തന്നെ പറയുന്നത്. ഇങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ചോദിക്കുന്നത്. ഇപ്പം എന്താ വേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിലിടയ്ക്ക് ഇപ്പം എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യം പോക്ക് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വിഷമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്കൊന്ന് അമ്മേനൊന്ന് കാണിക്കാൻ നമുക്ക് അമ്മയായിട്ടൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്നാൽ അമ്മേനെ ഒന്ന് കാണിക്കാലോ, നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാലോ. എന്നാൽ അതൊന്ന് നമുക്ക് ചായ കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ പിന്നെ ഇങ്ങനെ വെച്ച് മറ്റൊരു ശരിയായില്ലേ. ഇതെന്തിനിങ്ങനെ ഞെറ്റുന്ന എരുന്നോണ്ടല്ലേ മുറിഞ്ഞു പോകുന്നത്. ഇതിപ്പം അറ്റുപോകില്ലേ, ഇതിങ്ങനെ ഞെറ്റിയിട്ടില്ലേ അകന്നു പോയി. അത് ഇപ്പം നൂലിട്ട് കെട്ടുവാനും വേണ്ടിയത്, ഒരു നൂലിട്ടിട്ട് അങ്ങനെ കട്ടേണ്ടി വരും. നമ്മൾ രാവിലെ വെട്ടി പോകും പോലെ രാവിലെ പോകും പോലെ കാലനക്കാൻ കഴിയുന്നില്ല എനിക്ക്. ഇങ്ങനെ ഇത് തിന്നാനാവില്ല. അപ്പോൾ പോയി അവിടെ ഇത് തിന്നാനില്ല, കാണില്ല. നിങ്ങൾക്ക് നോക്കുന്നുണ്ട് പറ്റേ നോക്കുന്നത്. ഞാൻ ഗ്യാസിൽ നിർത്തില്ല, ഞാൻ കൂടുതലൊന്നും എടുത്തിട്ടാണ്, കഴുകിയെല്ലാം വെച്ചിട്ടാണ്. അല്ല ഉപയോഗ കാണാൻ
എനിക്ക് കയ്യാൻ ഇന്ന് രാവിലെ പൂരി എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ചായ കടി കുടിക്കുമ്പോൾ പൂരി ഉണ്ടോ ചോദിച്ചിട്ടില്ലേ എന്നോട് നിങ്ങൾ അതുകൊണ്ട് ഞാനിപ്പോൾ പൂരിയാക്കിനി രാവിലെ മിച്ചറും ചായ കൊടുത്ത് തരുമ്പോൾ പൂരി ഉണ്ടെങ്കിൽ താഴെ നട്ടില്ലേ അതുകൊണ്ട് ഞാൻ പൂരിയാക്കിനി ഇപ്പോൾ മറ്റൊന്നല്ല കയ്യേറ്റാണ് ആക്കേണ്ട പണിയില്ലേ ആ കരിയെടുത്തതിൽ വയ്ക്കുന്ന പൊതിരും കരിയെടുത്തതിൽ വയ്ക്കുന്ന പൊതിരും ചായ അതല്ല ഇതെടുക്ക അതല്ല മൂന്ന് മക്കളുടെ ആ മക്കൾ തന്നെ പോലെ ഞാൻ ഞാൻ ഒരു ചീനി കൊടുക്കും മൂന്നാം മക്കളുടെ അതൊക്കെ ഓരോരുത്തർ വിചാരിച്ച് പോകുമ്പോൾ എന്താ ഒരു കുട്ടി ആകണേ രാധാന്റെ അല്ല രാധാകൃഷ്ണൻ്റെ കുട്ടിയാ രാധാകൃഷ്ണൻ്റെ 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 ഞാനിപ്പം അർത്ഥമൊന്നും അറിയില്ല രാവിലെ ഗതിയുടെ അപ്പം ചെയ്യുമ്പോൾ എൻ്റെ കുട്ടി വേറെ സ്വപ്നം കണ്ടുപോകുന്നത് അപ്പം ചക്കമത്തില്ലേ മരിക്കാനാളില്ലല്ലോ പത്താം മതി എട്ടോണ്ടേ എനിക്ക് എട്ടോണ്ട് കഴിയാ തൊട്ടിൽ പോയിട്ട് കയ്യ അതാണ് വെക്ക് എങ്ങോട്ടാ പാത്രം വെക്കണം ഈ കയ്യോ ഇവിടെ വെക്ക് മരിക്കല്ല ആ കയ്യോ കഴിക്കണ്ടതാ മര്യാദയിലുണ്ട് ബക്കറ്റും കൂടാ അല്ലേ ഇനി ഒറ്റപ്പെടാണ്ട് കിടക്കുക ഇനി കുഴപ്പം നാക്കാണ്ട് ഉണ്ടാണ്ട് കിടക്കുക എന്നാ കുഴപ്പം ഇങ്ങനെ പറയാനും വിളിക്കാണെന്നെങ്കിൽ എനിക്ക് ഇനി എന്തെല്ലാം പണിയുണ്ട് നിങ്ങൾ വിളിച്ചോണ്ട് മറ്റു ഒരു പണിയെടുക്കാൻ കഴിഞ്ഞില്ല അതിന് കണ്ടാലൊന്നും പിടിയില്ല അഞ്ചോളം പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല ഇവിടെ വെക്കാനും വാങ്ങാനും പണി ഒരുപാട് നിങ്ങൾക്കറിയില്ലേ അടിച്ചു വാരണം ഈ വീട് അടിച്ചു വാരി വൃത്തിയാക്കി പാത്രം കുറച്ച് മറ്റുള്ള പണി മുറ്റം ഒഴിക്കണം എല്ലാം വേണ്ട എല്ലാ പണിയും ഞാൻ ചെയ്യണം അതിലേക്ക് പച്ചക്കറി ഉണ്ടായി നോക്കണം മറ്റുള്ള അലക്കണ്ടേ എന്നാ വേണ്ടതുള്ളൂ പറ വഴിക്ക് തന്നെയാണ് അരി രാധ എതിരാധ
രാധാകൃഷ്ണൻ്റെ രാധാകൃഷ്ണൻ്റെ ഏത് രാധാകൃഷ്ണൻ്റെ എനിക്കറിയില്ല ഏതാ രാധാകൃഷ്ണൻ എനിക്കറിയില്ല ഏതാ രാധാകൃഷ്ണൻ എനിക്കറിയില്ല നമ്മൾ ഓ എനിക്കറിയില്ല ഏതാ രാധാകൃഷ്ണൻ ഇപ്പം പറഞ്ഞേ ഞാൻ നിങ്ങൾ പറഞ്ഞു ആടിയിട്ട് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു അത്ര തന്നെ നിങ്ങൾ ഓരോരുത്തരോടെന്ന് പറയുമ്പോൾ സമ്മതിക്കലാണ് അത് എഴുത്ത് പറഞ്ഞെങ്കിലേ കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല ആ ഉണ്ടാകുന്നുണ്ട് അത്ര തന്നെ ഏതായാലും രാധാകൃഷ്ണൻ ചേട്ടൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കുട്ടി ചേട്ടൻ ഉണ്ട് എന്ന് പറഞ്ഞു അത്ര തന്നെ വേറൊന്നും പറ്റില്ല എന്നാൽ പിന്നെ അടക്കി കിടന്നോ അടക്കിടക്ക് ഇനി ഒറ്റക്കുള്ള ഞാൻ എന്തെങ്കിലും പണിയിൽ എനിക്ക് ഞാൻ പണിയിൽ എടുത്തിട്ട് എന്നിട്ട് വിളിക്കാം അത് മുണ്ട് വെക്കുന്നത് അതാണ് കളി മുണ്ട് മാറ്റാൻ പാടില്ല ഞാൻ പറഞ്ഞേക്കാം അടക്ക് അടക്ക് കിടന്നോ കിടക്ക് കിടന്നോ ഇനി അടിപൊളി എനിക്ക് പോകുന്നു വേണ്ട ഇത് ആവശ്യത്തിന് മാത്രമേ എണീക്കാവൂ എണീറ്റിട്ട് വെറുതെ വിളിക്കലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിക്കുന്നതിനാണ്ട് വെറുതെ വിളിച്ചിട്ട് എനിക്ക് നടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ കാര്യം നല്ലോണമാണ് പിന്നെ ഈ ഉള്ളതും ഉണ്ടാവില്ല ഞാനിപ്പോൾ അത്രയും നിർത്തി തോന്നില്ല എൻ്റെ കാര്യം നോക്കാണ് ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ പൂരിയും ഭാര്യയും ചായ കുടിച്ചു അമ്മയും ഞാനും കുടിച്ചു ഇന്ന് കാണിക്കാൻ വെച്ചിട്ടാണ് പൂരിയും ഭാര്യ അമ്മ രാവിലെ പറഞ്ഞു എനിക്ക് ചായയും മിക്സറും രാവിലെ കൊണ്ട് കൊടുക്കും രാവിലത്തെ അന്നേരം അമ്മ പറഞ്ഞു എനിക്ക് പൂരി ഉണ്ടാവുമെന്ന് ചോദിച്ചു അതാ ഞാൻ അപ്പാട് പൂരിയാക്കി എന്നാലും ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആക്കി ഇട്ടിട്ട് നിങ്ങളിവിടെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇട്ടിന് ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ വേറെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെല്ലാവരും എനിക്ക് സഹകരിക്കണം എന്നാലും മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എനിക്കന്ന് നടക്കാൻ തീരെ പറ്റാത്ത അവസ്ഥയിലായിട്ടേ ഉള്ളൂ ആയിക്കോടുക്കും ഇനി ഇപ്പം തന്നെ ആവില്ല എന്നാണ് പറയുന്നത് അടുത്ത മാസം തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അമ്മേനെ നോക്കാൻ ആളില്ല ഇപ്പം എൻ്റെ ഓക്ക് പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഓളാണ് നോക്കേണ്ടത് മറ്റിപ്പോൾ ആരും ആ പരീക്ഷ ചെയ്യാടൊക്കെ പോയിക്കൂടാ എന്നിട്ട് പോകാമെന്നാണ് പറഞ്ഞു ജൂൺ 17 കഴിയിട്ടെന്നാണ് പറയുന്നത് ഇപ്പം അതുവരെ എത്തുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഇപ്പം തീരെ നടക്കാൻ കഴിയണ്ടായി തുടങ്ങി എന്നാലും പരമാവധി പിടിച്ച് നിൽക്കുക ഗുളിക കുടിക്കുക അതും ചെയ്തിട്ട് നിൽക്കുക മറ്റിപ്പോൾ എന്താ ചെയ്യുക അതാണിപ്പോൾ ഇനി നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം